ഹായ് മക്കളെ, ആശാസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാൽ പഠിച്ചു, അതായത് വർത്തമാൻ കാൽ പഠിച്ചു. പിന്നെ ഭൂതകാലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഭൂതകാലത്തിൻ്റെ 4 പിരിവുകൾ നമ്മൾ പഠിച്ചു. സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, और അപൂർണ്ണ ഭൂതകാൽ. ഈ 4 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 എണ്ണം കൂടിയാണ്. അതായത് സന്നിഗ്ധ ഭൂതകാൽ और ഹേതു ഹേതുമത് ഭൂതകാൽ. ഓക്കെ, അതിൽ നമുക്ക് ആദ്യമായിട്ട് സന്നിഗ്ധ ഭൂതകാലം നോക്കാം. ഓക്കെ, അതായത് 1 സന്നിഗ്ധ ഭൂതകാൽ, ഡൗട്ട്ഫുൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയും. 2 ഹേതു ഹേതുമത് ഭൂതകാൽ, കണ്ടീഷണൽ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അതിൽ നമുക്ക് സന്നിഗ്ധ ഭൂതകാലം ആദ്യം നോക്കാം. ഓക്കെ, സന്നിഗ്ധ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, സംശയം തോന്നിപ്പിക്കുന്നതിനാണ് അല്ലെങ്കിൽ ഡൗട്ട് തോന്നുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സന്നിഗ്ധ എന്ന് പറയുന്നത്. അപ്പോൾ സന്നിഗ്ധ ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് നടക്കേണ്ട ഒരു ക്രിയ നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം തോന്നിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സന്നിഗ്ധ ഭൂതകാലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ അവൻ വന്നിരിക്കാം, അവൻ പോയിരിക്കാം, പിന്നെ അവൻ ഭക്ഷണം കഴിച്ചിരിക്കാം, എന്താണ് എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്തതിനാണ് നമ്മളെന്ത് പറയുന്നത്, സന്നിഗ്ധ ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സന്നിഗ്ധ ഭൂതകാലം ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, സാമാന്യ ഭൂതകാലത്തോടുകൂടി ഹോഗ നോക്കാം. നമുക്ക് ഹോഗ, ഹോങ്കെ, ഹോഗി, ഹൂങ്ക, ഹൂങ്കി എന്നിവ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സന്നിഗ്ധ ഭൂതകാൽ കിട്ടും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. രാജു പത്ര ലിഖാ ഹോഗ. മനസ്സിലായോ? അതായത് സാമാന്യ ഭൂതകാലത്തോടു കൂടി നമ്മൾ എന്ത് ചേർക്കണം, ഹോഗ, ഹോങ്കെ, ഹോഗ, ഹൂങ്ക, ഹൂങ്കി എന്നിവ ചേർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സന്നിഗ്ധ ഭൂതകാല കിട്ടുന്നത്. ഓക്കെ, അതായത് രാജു പത്രം എഴുതിയിട്ടുണ്ടാകാം, നമുക്ക് ഉറപ്പില്ല എഴുതിയിട്ടുണ്ടോയെന്ന്. അങ്ങനെ സംശയം തോന്നുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സന്നിഗ്ധ ഭൂതകാലം എന്ന് പറയുന്നത്. ഓക്കെ, വേറെ നമുക്ക് നോക്കാം. ലഡ്കെ ഗയേ ഹോങ്കെ. ആൺകുട്ടികൾ പോയിട്ടുണ്ടാകാം. അവിടെ നമുക്ക് സംശയമാണ്, പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ലഡ്കെ പുല്ലിംഗമായതുകൊണ്ട് നമ്മളവിടെ എന്ത് ചേർത്തു, ഹോങ്കെ. ഇനി സീത ഘർ ഗയി ഹോഗി. സീത വീട്ടിൽ പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഉറപ്പില്ലാത്തതിനെ, അതായത് സംശയം തോന്നിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സന്നിഗ്ധ ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ സന്നിഗ്ധ ഭൂതകാലം ഉണ്ടാക്കാൻ നമ്മൾ സാമാന്യ ഭൂതകാലത്തോടുകൂടി ഹോഗ, ഹോങ്കെ, ഹോഗ, ഹൂങ്ക, ഹൂങ്കി എന്നിവ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, സന്നിഗ്ധ ഭൂതകാൽ കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഏതാണ്, ഹേതു ഹേതുമത് ഭൂതകാലമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഹേതു ഹേതുമത് ഭൂതകാൽ. ഹേതു ഹേതുമത് എന്ന് പറയുമ്പോൾ ഹേതു എന്ന് പറഞ്ഞാലുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, കാരണം എന്നാണ്. ഹേതു ഹേതുമത് ഭൂതകാൽ. അതിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും, കണ്ടീഷണൽ പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. കണ്ടീഷണൽ പാസ്റ്റ് ടെൻസ്. കണ്ടീഷണൽ പാസ്റ്റ് ടെൻസ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി, കഴിഞ്ഞ കാലത്ത് നടക്കേണ്ടിയിരുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും കാരണം കൊണ്ട് നടന്നില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്, ഹേതു ഹേതുമത് ഭൂതകാൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഹേതു ഹേതുമത് ഭൂതകാലം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു മിശ്രവാക്യങ്ങളായിരിക്കും. അതായത് ഏതെങ്കിലും രണ്ട് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങൾ യോജിപ്പിക്കുന്നതായിരിക്കും ഹേതു ഹേതുമത് ഭൂതകാൽ. അതായത് ഒരു കാരണം കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് നമുക്ക് പറയണം. അതുകൊണ്ടാണ് മിശ്രവാക്യങ്ങളായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിപ്പിക്കാൻ നമ്മൾ ഒന്നുകിൽ യതി തോ ചേർക്കും, യതി തോ, അല്ലെങ്കിൽ അഗർ തോ. ഇങ്ങനെ ഇത് രണ്ട് വാക്കുകൾ കൂട്ടിയാണ് നമ്മൾ രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ഹേതു ഹേതുമത് ഭൂതകാലം എപ്പോഴും എന്തായിരിക്കും, മിശ്രവാക്യങ്ങളായിരിക്കും. ഇതിൽ നമ്മൾ സാമാന്യ ഭൂതകാലത്തോടു കൂടിയാണെങ്കിൽ ഹോത്ത, ഹോത്ത അല്ലെങ്കിൽ ഹോത്തേ, ഹോത്തി എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി അതല്ല, സാമാന്യ ഭൂതകാലത്തോട് കൂടിയല്ല, ക്രിയാധാതുവിനോട് കൂടിയാണെങ്കിൽ നമ്മൾ താ, തേ, തി ഇവയിലേതെങ്കിലും ഒന്നായിരിക്കും ചേർക്കുന്നത്. മനസ്സിലായോ? അതായത് സാമാന്യ ഭൂതകാലത്തോടു കൂടി ഹോത്ത, ഹോത്തേ, ഹോത്തി. അതേപോലെ ക്രിയാധാതുവിനോട് കൂടിയാണെങ്കിൽ താ, തേ, തി എന്ന് ചേർക്കും. നമുക്കതിന് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ മനസ്സിലാവും. അല്ല, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒന്നുകിൽ യതിത്തോ ചേർക്കണം അല്ലെങ്കിൽ അഗർത്തോ ചേർക്കണം. എങ്കിലാണ് നമുക്ക് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. യതി പരിശ്രം തോ പരിശ്രം തോ परिश्रम करते तो परिश्रम करते तो എന്ത് ചെയ്തേനെ, നിങ്ങൾ പരിശ്രമിച്ചിരുന്നു എങ്കിൽ സഫൽ ഹോത്തേ, സഫൽ ഹോത്തേ. ഇതിൽ കണ്ടോ, നമുക്ക് രണ്ട് സെൻറ്റൻസുകളല്ലേ നമ്മൾ കൂട്ടിച്ചേർത്തത്, യതിയും തോയും ചേർത്തത്. നിങ്ങൾ യതി പരിശ്രമം കർത്തേ തോ, പരിശ്രമിച്ചിരുന്നു എങ്കിൽ സഫൽ ഹോത്തേ, ഫലം കണ്ടേനെ. ഓക്കെ, അങ്ങനെയാണ് രണ്ട് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കുന്നത്. വേറെ നമുക്ക് നോക്കാം. അഗർ अगर मैं जाता तो वह यहाँ आता. അതായത് ഞാൻ പോയിരുന്നു എങ്കിൽ അവൻ ഇവിടെ വന്നേനെ. അതായത് ഞാൻ പോയില്ല, അതുകൊണ്ട് അവൻ വന്നില്ല. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഹേതു ഹേതുമത് ഭൂതകാലം വരുന്നത്. ഒരു കാരണം ചെയ്യാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ഹേതു ഹേതുമത് ഭൂതകാലം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഹേതു ഹേതുമത് ഭൂതകാലം പഠിച്ചു, സന്നിഗ്ധ ഭൂതകാലം പഠിച്ചു. അങ്ങനെ നമ്മുടെ ഭൂതകാലം ഇവിടെ അവസാനിച്ചു. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 6 ഭൂതകാലങ്ങളാണുള്ളത്. 6 ഭൂതകാലങ്ങളിൽ 4 എണ്ണം, അതായത് സാമാന്യ ഭൂതകാല, ആസന്ന ഭൂതകാല, പൂർണ്ണ ഭൂതകാൽ और സന്നിഗ്ധ ഭൂതകാൽ, ഈ 4ലും എപ്പോഴും സകർമ്മക ക്രിയ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കർത്താവിനോട് കൂടി പ്രത്യയം ചേർക്കണം. ഓക്കെ, സകർമ്മക ക്രിയയ്ക്ക് എപ്പോഴും ക്രിയ കർമ്മത്തിൻ്റെ ലിംഗവചനത്തിനനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അകർമ്മക ക്രിയ ആണെന്നുണ്ടെങ്കിലോ ക്രിയ വരുന്നത് എങ്ങനെയായിരിക്കും, കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ചും ആയിരിക്കും. ഇത്രയും മാത്രമാണ് നമ്മളിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സന്നിഗ്ധ ഭൂതകാലം ഹേതു ഹേതുമത് ഭൂതകാലത്തിനും അപൂർണ ഭൂതകാലത്തിനും ഈ നിയമം ബാധകമല്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് കഴിഞ്ഞു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭവിഷ്യത് കാൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.